ഉന്നത കുലജാതനായി വന്നു എന്നാണ്. അദ്ദേഹം ഏത് ജാതിയിൽ ജനിച്ചിട്ടുള്ള ആളാണെന്നൊക്കെയുള്ള പിന്നെ ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന നാടാണ് തൃശ്ശൂർ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത പി കൃഷ്ണപിള്ള ഗുരുവായൂർ അമ്പലം നടയിൽ മുൻപ് താമസിച്ചിരിക്കുന്ന ആ മണി കൊട്ടി മണി അടിച്ച് പ്രാർത്ഥിക്കുന്നതിനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്തപ്പം അദ്ദേഹത്തിൻ്റെ പുറത്തടിച്ചത് ശ്രീ സുരേഷ് ഗോപിയുടെ ജാതിയിൽപ്പെട്ട ആളുകളാണ്. ശ്രീ സുരേഷ് ഗോപി ഈ ഉന്നത കുലജാതൻ എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഞങ്ങളിങ്ങനൊരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. അദ്ദേഹം ഇതിനു മുമ്പും നിരന്തരമായി ജാതി വ്യവസ്ഥയും ഭരണവ്യവസ്ഥയും ന്യായീകരിച്ചുകൊണ്ട് നിരന്തരമായി അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംസാരമെല്ലാം തന്നെ കേരളത്തിലെയും ഇന്ത്യയിലെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ളതാണ്. പണ്ഡിതൻ മോദി ഇവിടെ സൂചിപ്പിച്ചു. നമ്പൂതിരി സമുദായം സംഘടിപ്പിച്ച ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത അദ്ദേഹം ബ്രാഹ്മണനായി ജനിച്ച് പൂജാരിയായി വിഗ്രഹത്തിൻ്റെ മുഖം തൊട്ട് അല്ലെങ്കിൽ വിഗ്രഹം തൊട്ട് പൂജ നടത്തി അങ്ങനെ നടത്താൻ കഴിയുന്ന ഒരു പൂജാരിയായി എനിക്ക് ബ്രാഹ്മണ സമുദായത്തിൽ ജനിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് ഈ പൂജാവിദ്യയും തന്ത്രിവിദ്യയും ഇതൊക്കെ അറിയാവുന്ന ഏതൊരു സമുദായത്തിൽപ്പെട്ട ഹിന്ദു മതവിശ്വാസിയും കേരളത്തിൽ പൂജാരിയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനെ ഒന്നും അംഗീകരിക്കാതെ ശ്രീ സുരേഷ് ഗോപി പൂജാരിയാവണമെങ്കിൽ ബ്രാഹ്മണനായി ജനിക്കണം എന്ന ഒരു സിദ്ധാന്തവുമായി രംഗത്ത് വന്നത്. മാത്രമല്ല അദ്ദേഹം ഈ വിഷയത്തിൽ തന്നെ ഉന്നത കുലജാതൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ അദ്ദേഹം പറഞ്ഞതെന്താണ്, ഞാൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് നിരവധി പ്രാവശ്യം ഈ പട്ടികജാതി വകുപ്പ് പട്ടികവർഗ വകുപ്പ് എനിക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം ഇതുവരെ തന്നില്ല. അപ്പോൾ ഉന്നത കുലജാതൻ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കൈകാര്യം ചെയ്യണം, ഞാനത് ആവശ്യപ്പെട്ടിട്ട് തന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഉന്നത കുലജാതനായി വന്നു എന്നാണ്. അദ്ദേഹം ഏത് ജാതിയിൽ ജനിച്ചിട്ടുള്ള ആളാണെന്നൊക്കെയുള്ള പിന്നെ ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന നാടാണ് തൃശ്ശൂർ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത പി കൃഷ്ണപിള്ള ഗുരുവായൂർ അമ്പലം നടയിൽ മുൻപ് താമസിച്ചിരിക്കുന്ന ആ മണി കൊട്ടി മണി അടിച്ച് പ്രാർത്ഥിക്കുന്നതിനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്തപ്പം അദ്ദേഹത്തിൻ്റെ പുറത്തടിച്ചത് ശ്രീ സുരേഷ് ഗോപിയുടെ ജാതിയിൽപ്പെട്ട ആളുകളാണ്. എന്തുകൊണ്ടാണ് അന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച് തൊഴാനുള്ള സ്വാതന്ത്ര്യം ശൂദ്രവിഭാഗത്തിൽപ്പെട്ടവർക്കുണ്ടായിരുന്നില്ല. ആ ജാതി വ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി നിരന്തരമായി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു നാടിനെ അപമാനിക്കലാണ്. അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത സാംസ്കാരിക കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള തൃശ്ശൂർ താമസിക്കുന്ന അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരെ മാത്രമല്ല അദ്ദേഹത്തിന് വോട്ട് ചെയ്യാത്തവരെയും അപമാനിക്കുന്നതാണ്. ഈ അപമാനിക്കൽ പണി സുരേഷ് ഗോപി നിർത്തണം, അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക്, ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ഞങ്ങൾക്ക് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തങ്ങൾക്കുള്ള പ്രതിഷേധം രേഖപ്പെടുത്താൻ കഴിയുന്ന മാന്യമായ രീതിയിൽ ഇവിടെ ഞങ്ങൾ ആ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. തീർച്ചയായും ഇതുകൊണ്ടൊക്കെ തന്നെ സുരേഷ് ഗോപി മര്യാദ പഠിച്ച ഒരു മര്യാദരാമനായി തീരുമെന്നൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം ആരാണ് സുരേഷ് ഗോപി, എന്താണ് അയാളുടെ സുരേഷ് ഗോപിയുടെ ആശയം. എല്ലാ മനുഷ്യരെയും തുല്യരായി കാണാൻ സുരേഷ് ഗോപി കഴിയുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ കഴിയാതിരിക്കുന്നത്? അദ്ദേഹം തുടർന്നു വരുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ആശയത്തിൻ്റെ പ്രശ്നമാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കണ്ടേ? ഏതെങ്കിലും ഉന്നത കുലജാതനായിട്ടുള്ള ഒരാളിനെ പിടിച്ചു വെച്ചാൽ കേരളത്തിലെയോ ഇന്ത്യയിലെ പട്ടികജാതിക്കാരൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമോ? അങ്ങനെയാണെങ്കിൽ ബഹുമാന്യനായിട്ടുള്ള ശ്രീ കെ കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ
ശ്രീ കെ കരുണാകരൻ നേരിട്ട് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നല്ലോ. അങ്ങനെ വകുപ്പ് നേരിട്ട് കൈകാര്യം ചെയ്തതിൽ ശ്രീ കെ കരുണാകരൻ ഏതാണ്ട് പ്ലസ് പോയിന്റ് ഉണ്ടോ മൈനസ് പോയിന്റ് ഉണ്ടോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നല്ലോ. അങ്ങനെ കൈകാര്യം ചെയ്തതുകൊണ്ട് കേരളത്തിലെ പട്ടികജാതിക്കാരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം പറയുന്നത് പട്ടികജാതിക്കാരായിട്ടുള്ള ആളുകൾ ഏതെങ്കിലും മന്ത്രിയായി വരാൻ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ, അത് വളരെ പ്രത്യേകമാണ്, അടിവരയിട്ട് പറയേണ്ടതാണ്, യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. എന്ന് പറഞ്ഞാൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊന്നും ഏതെങ്കിലും മന്ത്രിസഭയിലോ MLA-മാരോ മന്ത്രിമാരോ ഒക്കെ ആയി ഇരിക്കാൻ യോഗ്യതയുള്ളവരല്ല. പിന്നെ ഈ സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെ ആയി തീർന്നു പോകുന്നതാണ്. അതാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? കേരളത്തിൻ്റെ ചരിത്രത്തിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പട്ടികജാതി വികസന വകുപ്പ് മാത്രമാണോ കൈകാര്യം ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാർ തന്നെ രാധാകൃഷ്ണൻ, അദ്ദേഹം പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ തന്നെയല്ലേ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തത്? അദ്ദേഹം പാർലമെന്ററി വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നില്ലേ? വേറെ എന്തെല്ലാം വകുപ്പ് അദ്ദേഹത്തിന് കൈവശം ഉണ്ടായിരുന്നു? സാംസ്കാരിക വകുപ്പ് ഉൾപ്പെടെ ഇടക്കാലത്ത് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നല്ലോ. തൊട്ടുമുമ്പുണ്ടായിരുന്ന മന്ത്രിസഭയിലെ AK ബാലൻ കേരളം കണ്ട ഏറ്റവും നല്ല വൈദ്യുതി മന്ത്രിമാരൊരാളായിരുന്നില്ലേ? ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും മന്ത്രിസഭയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മന്ത്രിമാരായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളപ്പോൾ അവർ പട്ടികജാതി വികസന വകുപ്പ് മാത്രമാണോ കൈകാര്യം ചെയ്തിട്ടുള്ളത്? മഹാനായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള അന്തരിച്ച സഖാവ് MK കൃഷ്ണൻ അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VM ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളം വിട്ട് വിദേശത്തേക്ക് പോകേണ്ട സാഹചര്യം വന്നപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം താൽക്കാലികമായി കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചത് സഖാവ് MK കൃഷ്ണനെയാണ് എന്നുള്ള കാര്യം ഞാൻ ഭംഗേന്ദ്രയുടെ ഓർന്നു പോവുകയാണ്. MK കൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന പട്ടികജാതി വികസന വകുപ്പ് മാത്രമാണോ? ഇടതുപക്ഷത്തിൻ്റെ മാത്രമല്ല, ഐക്യജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിലും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മന്ത്രിമാർ മറ്റു വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ചേലക്കരയിൽ നിന്ന് നിങ്ങൾ തോൽപ്പിച്ചു വിട്ട ശ്രീ KK ബാലകൃഷ്ണൻ കേരളത്തിലെ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു, പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിയായിരുന്നില്ല കോൺഗ്രസിൻ്റെ. അങ്ങനെ എന്തെല്ലാം. അപ്പം അതുകൊണ്ട് പട്ടികജാതിക്കാരായിട്ടുള്ള ആളുകൾ മന്ത്രിമാർ ഇതുവരെ പട്ടികജാതി വികസന വകുപ്പല്ല വേറെ ഒന്നും കൈകാര്യം ചെയ്തിട്ടില്ല എന്നുള്ള മട്ടിൽ ശ്രീ സുരേഷ് ഗോപി ഈ നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുകയാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ സർവ്വതാ, അതിൽ വിശിഷ്യ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശ്ശൂരിനെ പ്രതിദാനം ചെയ്യുന്ന ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ കുറച്ചുകൂടി ഉത്തരവാദിത്തപൂർണമായിട്ടുള്ള സമീപനം ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് പട്ടികജാതിക്കാർക്ക് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് പട്ടികജാതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പട്ടികജാതി മന്ത്രിമാരെന്നാണോ? എത്രയോ ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. NCRBയുടെ കണക്ക് വന്നിട്ടുണ്ട്, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2022 കണക്ക് 2023 തയ്യാറാക്കി 2024 പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതനുസരിച്ച് ഇന്ത്യ രാജ്യത്ത് 2021 2022 പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനെതിരായിട്ടുള്ള അതിക്രമങ്ങൾ 13% വർധനവ്. താപ്പോട്ട് പോവല്ല, മേളിലോട്ട് പോവുകയാണ്. NCRBയുടെ കണക്കനുസരിച്ച് 3 മിനിറ്റ് ഒരിക്കൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഇന്ത്യ രാജ്യത്ത് കൊല്ലപ്പെടുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം 2021 ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ രാജ്യത്ത് ബലാത്സംഗം ചെയ്യപ്പെടുകയാണ്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കൊല്ലപ്പെടുന്ന ആളുകളുടെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിൽ 44% ആളുകൾ കൊല്ലപ്പെടുന്നത് 5 സംസ്ഥാനങ്ങളിലാണ്. 5 സംസ്ഥാനങ്ങളിലും BJP ആണ് ഭരിക്കുന്നത്. UP, ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൊല്ലപ്പെടുന്നതിൽ 45% ആളുകൾ ഈ സംസ്ഥാനങ്ങളിലാണ്.
ആ സംസ്ഥാനങ്ങളെല്ലാം ഭരിക്കുന്നത് BJP ആണ്, അല്ലെങ്കിൽ BJP കൂടി ഉൾക്കൊള്ളുന്ന മുന്നണിയാണ്. അവിടെയെല്ലാം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണോ മന്ത്രിമാരായിട്ടിരിക്കുന്നത്? സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉന്നത കുലജാതരായിട്ടുള്ള ആളുകൾ അവിടെ മുഖ്യമന്ത്രിമാരായി, അല്ലെങ്കിൽ പോലീസ് മന്ത്രിമാരായി, ആഭ്യന്തര വകുപ്പ് മന്ത്രിമാരായി എല്ലാം കൈകാര്യം ചെയ്യുമ്പോഴാണോ പട്ടികജാതി വിഭാഗത്തിന് ഈ സംരക്ഷണം കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഇന്ത്യ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെ യാഥാർത്ഥ്യപൂർണമായി കാണാതെ രാജ്യത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന, രാജ്യത്തിൻ്റെ തന്നെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന, രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി, ആ പാർട്ടിയുടെ കേന്ദ്രമന്ത്രി യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത നിരവധി ആരോപണങ്ങൾ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഞങ്ങളുടെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താനാണ് ഞങ്ങൾ ഈ മാർച്ചും ഈ പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചിട്ടുള്ളത്. പട്ടികജാതി വിഭാഗങ്ങൾ വളരെ വലിയ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ വിധേയമാവുകയാണ്. പഠിക്കാൻ അവസരം കിട്ടിയാൽ അത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ഏറ്റവും കൂടുതൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികൾ ഇന്ന് പീഡനം അനുഭവിക്കുന്നത്, വിവേചനം അനുഭവിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. IIT, IIM, IIIT, ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തുടങ്ങി കേന്ദ്ര ഗവൺമെന്റിന്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടി, സംവരണത്തിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കിട്ടി, അവിടെ പഠിക്കാൻ അവസരം കിട്ടിയ കുട്ടികൾക്ക് പഠനം പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ 5 വർഷക്കാലത്തിടയ്ക്ക് 13,500 വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള കേന്ദ്ര സർവകലാശാലകളിൽ നിന്നും പഠനം പൂർത്തിയാക്കാതെ കൊഴിഞ്ഞു പോയിട്ടുണ്ടെന്നാണ് പാർലമെന്റിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിട്ടുള്ളത്. അതിൽ മഹാഭൂരിപക്ഷം വരുന്നതിനും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവിടെയെല്ലാം നിയന്ത്രിക്കുന്നത് ഉന്നത കുലജാതരാണല്ലോ ശ്രീ സുരേഷ് ഗോപി. പിന്നെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്നത് IIT, IIM, NIT, ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തുടങ്ങിയുള്ള സ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്ന ജാതീയമായ വിവേചനങ്ങളും പീഡനങ്ങളുമാണ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ജനവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവിടെ തങ്ങളുടെ കോഴ്സ് പൂർത്തിയാക്കി പുറത്തു വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുള്ളതെന്നാണ്. ഗുജറാത്തിലെ ഹൈക്കോടതി കഴിഞ്ഞ വർഷം സ്വമേധയാ ഒരു റിട്ടയർഡ് ജഡ്ജിയെ ഒരു അന്വേഷണ കമ്മീഷനായിട്ട് നിയോഗിച്ചു. എന്തിനാണെന്നറിയാമോ? ഗുജറാത്തിലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളുടെ നേരെ വലിയ തോതിലുള്ള അതിക്രമം നടക്കുന്നു. ആ അതിക്രമത്തെ സംബന്ധിച്ച് അദ്ദേഹം കോടതിക്ക് ചീഫ് ജസ്റ്റിസിനൊരു കത്ത് കിട്ടിയപ്പോൾ ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ വസ്തുതാന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിട്ടയർഡ് ജഡ്ജിയെ വെച്ചു. ആ ജഡ്ജി പോയി അന്വേഷണം നടത്തിയിട്ട് തിരികെ വന്നിട്ട് ഗുജറാത്ത് കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുത്തു. ഹൈക്കോടതി ജഡ്ജിക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഗുജറാത്തിലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ചെറിയ സ്ഥാപനമല്ല, അഭിഭാഷകരെ പഠിപ്പിച്ച് പുറത്തുവിടുന്ന സ്ഥാപനമാണ്, കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ളതാണ്. അവിടെ അതിക്രൂരമായിട്ടുള്ള ദളിത് പീഡനം നടക്കുകയാണെന്നാണ്. ആ ക്രൂരമായ പീഡനം നടത്തുന്നതിന്റെ ഫലമായി പല കുട്ടികളും കോഴ്സ് പൂർത്തിയാക്കാൻ കഴിയാതെ പുറത്തു പോകുന്നു എന്നാണ്. രാജ്യത്തെ ജനങ്ങളുടെ മൗലികാവകാശത്തെ സംബന്ധിച്ച്, ജനാധിപത്യ അവകാശത്തെ സംബന്ധിച്ച്, ഭരണഘടനയെ സംബന്ധിച്ചൊക്കെ പഠിപ്പിക്കുന്ന കോഴ്സാണല്ലോ LLB കോഴ്സ് അല്ലേ? അതിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ അനുഭവമെങ്കിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് അവിടുത്തെ കുട്ടികൾ ഇത് അനുഭവിക്കുന്ന കുട്ടികൾ ഇതിനെതിരായിട്ട് പ്രതികരിക്കുന്നില്ല, പരാതിയുമായിട്ട് പോകുന്നില്ല. അതിന് തന്നെ ഉത്തരം ആ കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് ഗുജറാത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ സംരക്ഷണവും കിട്ടുന്നു, പരാതിയുമായിട്ട് പോയിട്ട് കാര്യമില്ല. അവസാനം ഹൈക്കോടതി നേരിട്ട് സ്വമേധയാ അവർക്കെതിരായിട്ട് കേസെടുക്കുന്ന സ്ഥിതി ഉണ്ടായി. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ, ഞാനതിന് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, സമയ ചുരുക്കം, സമയം അങ്ങനെ ഒരുപാട് എടുക്കാൻ കഴിയുന്നൊരു സമയമല്ല ഇപ്പോൾ. അപ്പം ഇത്തരം സംഭവങ്ങളൊക്കെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ മന്ത്രിമാരായിരുന്നു, MLA മാരായിരുന്നു, ഭരണകർത്താക്കളായിരുന്നു ഉണ്ടാക്കുന്നതാണോ?
ഒന്നുമല്ലല്ലോ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ വികസനത്തിനും എല്ലാ കാലഘട്ടത്തിലും സഹായകരമായി നിന്നുള്ളതാണ് SCP TSP സ്പെഷ്യൽ കമ്പോണന്റ് പ്ലാൻ. അതിന്ന് കേരളത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? നമ്മുടെ പദ്ധതിയുടെ ജനസംഖ്യാനുപാതികമായ വിഹിതം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ വികസനത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെടുന്ന 1980 ആരംഭിച്ച SCP TSP പദ്ധതി നിർത്തലാക്കിയത് BJP അല്ലേ? ഇന്ന് കേരളത്തിലല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടോ? തുടർച്ചയായി പട്ടികജാതി പീഡനം എല്ലാ നിലകളിലും നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ? അങ്ങനെയുള്ളൊരു പാർട്ടിയുടെ ആ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ദളിതരെ ഇങ്ങനെ നിരന്തരമായി അധിക്ഷേപിക്കുന്ന ഈ നടപടി അവസാനിപ്പിക്കാൻ ശ്രീ സുരേഷ് ഗോപി തയ്യാറാകണം. ഞങ്ങളിതൊരു സൂചനാ സമരം മാത്രമായിട്ടാണ് നടത്തുന്നത്. അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രമല്ല, ഇത്തരം കാര്യങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്നത് പട്ടികജാതിക്കാർ മാത്രമാണ്. ഒന്നുമല്ലല്ലോ. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, മാനവികതയിൽ വിശ്വസിക്കുന്ന, തുല്യതയിൽ വിശ്വസിക്കുന്ന, ഏത് ജാതിയിലും ഏത് മതത്തിലും ജനിച്ചു വളർന്നിട്ടുള്ള ഒരാളിന് യോജിക്കാൻ കഴിയുന്ന സ്റ്റേറ്റ്മെന്റുകളല്ലല്ലോ സുരേഷ് ഗോപി നടത്തുന്നത്. സുരേഷ് ഗോപിയുടെ ഈ ജൽപ്പനങ്ങൾക്ക് അംഗീകാരം നൽകാത്ത, അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും ജാതി മത വ്യത്യാസം കൂടാതെ, കക്ഷി രാഷ്ട്രീയ വ്യത്യാസം കൂടാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും കോർത്തെടുത്തുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെല്ലാവരും ഇപ്പം ചേർത്തിക്കൊണ്ട് സുരേഷ് ഗോപി ഉയർത്തിപ്പിടിക്കുന്ന ഈ വർണ്ണവരിയൻ സമീപനത്തിനെതിരായിട്ടുള്ള നിരന്തരമായ ക്യാമ്പയിനും പ്രക്ഷോഭവും ഞങ്ങൾ തുടർന്ന് നടത്താൻ നിർബന്ധിതമാവും. കേരളത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി, സാമൂഹ്യ സ്ഥിതി എന്താണെന്ന് വെളിപ്പെടുത്തുന്നതാണ് കൂടൽ മാണിക്യ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉയർന്നു വന്നിട്ടുള്ള വിവാദം ഉൾപ്പെടെ എന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സംഗമത്തിൻ്റെ സമരത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.